ഹലോ ഗൈസ്, 3 ലക്ഷം അപ്രൂവ് ആയ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. പണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. 2 തവണ ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോഴും 2 തവണ സ്ട്രൈക്ക് വന്ന് ചാനലിലെ വീഡിയോസ് ഒക്കെ റിമൂവ് ആകാൻ കാരണമായ ഒരു വീഡിയോ കൂടിയാണിത്. എന്നാൽ ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ലോൺ എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. RBI രജിസ്റ്റേർഡ് NBFC വഴി ലോൺ അപ്രൂവ് ആകുന്ന ആപ്ലിക്കേഷൻ തന്നെയാണിത്. ഈ ആപ്ലിക്കേഷന്റെ പേര് ഹീറോ ഫിൻകോർപ്പ് എന്നാണ്. ഞാൻ ഈ ഹീറോ ഫിൻകോർപ്പിന്റെ NBFC വഴിയാണ് ഫസ്റ്റ് ബൈക്കൊക്കെ എടുത്ത സമയത്ത് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ നമുക്ക് വിശ്വസിച്ച് ലോൺ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, 2 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കസ്റ്റമർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹീറോ ഫിൻകോർപ്പ് ലോൺ ആപ്പ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ആ ലോൺ ആപ്ലിക്കേഷൻ ആണ് എടുക്കേണ്ടത്. പലരും കസ്റ്റമർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ പറ്റുന്നില്ല എന്നൊക്കെ ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലോൺ ആപ്ലിക്കേഷൻ തന്നെ എടുക്കുക. 4.3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. അത്യാവശ്യം നല്ല ഡൗൺലോഡ്സ് ഒക്കെ വരുന്നുണ്ട്. 10 lakh പ്ലസ് ഡൗൺലോഡ് ഒക്കെ വരുന്നുണ്ട്. പ്ലേ സ്റ്റോറിന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലോൺ അപ് ടു 5 lakh എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം വരെയാണ് ലോൺ എടുക്കാനായിട്ട് പറ്റുന്നത്. 50,000 തൊട്ട് നമുക്ക് ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.5% പെർ മന്ത് ആണ്. അതേപോലെ നമുക്ക് ഡിസ്ബേഴ്സിൽ 12 മാസം തൊട്ട് 36 മാസം, അതായത് ഒരു വർഷം തൊട്ട് 3 വർഷം വരെയാണ് കിട്ടുന്നത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പ്രോസസിംഗ് ഫീസിന്റെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എടുക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. അതേപോലെ തന്നെ 21 വയസ്സിനും 58 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളായിരിക്കണം. മിനിമം മന്ത്ലി ഇൻകം 15,000 മേളിൽ വേണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലോണിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയറിന്റെ ഇമെയിലും മൊബൈൽ ഐഡിയും മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹീറോ ഫിൻകോർപ്പ് ലോൺ ആപ്പ് എന്നാണ് പേര്. ഇങ്ങനെ എടുത്താൽ പ്ലേ സ്റ്റോറിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു കൊല്ലം മുമ്പ് എങ്ങാണ്ട് എടുത്ത സ്ക്രീൻ റെക്കോർഡാണ്. സോ ചില മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അത് നിങ്ങൾ വായിച്ച് നോക്കി അപ്ലൈ ചെയ്യുക. പിന്നെ ലോൺ എടുക്കുന്നത് സ്വന്തം റിസ്കിൽ എടുക്കുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ലോൺ കാര്യങ്ങളൊക്കെ എടുക്കുക. ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അവിടെ ഗെറ്റ് നൗ അല്ലെങ്കിൽ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എമൗണ്ട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. 50,000 തൊട്ട് 5 ലക്ഷം വരെയുള്ള എമൗണ്ട് സെലക്ട് ചെയ്യാം. താഴെ നമുക്ക് ഇൻട്രസ്റ്റ് ലോൺ എമൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കും. ഇത് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് വരുമ്പോൾ കാണിക്കുന്നതാണ്. അവിടെ താഴെ അപ്ലൈ ഫോർ ലോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്കിങ് ആൻഡ് KYC, റീപേയ്മെന്റ് ആൻഡ് ഇ-സൈൻ, ഈ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത്. ഗെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ പെർമിഷൻസ് ചോദിക്കും. പെർമിഷൻസ് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ശേഷം അടുത്ത പേജിലൂടെ പാൻ കാർഡിന് നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. പാൻ കാർഡിന് നമ്പർ കൊടുക്കുക. ശേഷം ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ജസ്റ്റ് ആധാർ കാർഡിന് നമ്പർ കൊടുക്കുക. ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പേജിൽ അഡ്രസ്സോടെ കാണിക്കും. അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ശേഷം കറണ്ട് അഡ്രസ്സും കറക്റ്റ് ആണോ എന്ന് നോക്കി, അല്ല വേറെ അഡ്രസ്സ് ആണ് കറണ്ട് അഡ്രസ്സെങ്കിൽ കറണ്ട് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം അടുത്ത പേജിൽ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നിങ്ങളുടെ ജെൻഡർ, എംപ്ലോയ്മെന്റ് ടൈപ്പ്, മന്ത്, ഇൻഡസ്ട്രി ടൈപ്പ്, കമ്പനിയുടെ പേര് പോലുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, മാർക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളും ചോദിച്ച് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നമുക്ക് ഒന്നെങ്കിൽ സാലറി അക്കൗണ്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസാക്ഷനുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ കാണിക്കും. കാരണം ഞാനത് പറഞ്ഞല്ലോ, ഒരു കൊല്ലം മുമ്പൊക്കെ എടുത്തു വെച്ച വീഡിയോ ആണ്. സോ അതിന് ചെറിയ ഡീറ്റെയിൽസ് ഉണ്ടാവും. എന്തായാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ബാങ്ക് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ബാങ്ക് സെലക്ട് ചെയ്തു. ശേഷം ലോൺ അഗ്രിഗേറ്റർ വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ OTP കൊടുത്തുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫെച്ച് ചെയ്തെടുത്തോളും. അങ്ങനെ ഫെച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അടുത്ത പേജിൽ നമുക്ക് അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് കാണാനായിട്ട് സാധിക്കും. എനിക്കിവിടെ 2,79,000 ചില്ലറയാണ് അപ്രൂവ് ആയിട്ടുള്ളത്. 48 മാസം ടെന്യൂർ കാണിച്ചിട്ടുണ്ട്. ശേഷം താഴെയായിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നോമിനി ഡീറ്റെയിൽസ്, പേര്, റിലേഷൻഷിപ്പ്, മൊബൈൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതും കൊടുത്ത് നെക്സ്റ്റ് പേജിൽ നമ്മുടെ ലോണിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും. ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട്, റീപേ ചെയ്യേണ്ട എമൗണ്ട്, EMI ഡേറ്റ്, ഇൻട്രസ്റ്റ്, പ്രോസസിംഗ് ഫീസ്, EMI സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, എൻ്റെ ഡേറ്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ശേഷം അടുത്ത പേജിൽ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. നമ്മുടെ ഓട്ടോമാറ്റിക്കലി EMI ഡെബിറ്റ് ആവുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് പറയും. അവിടെ എഗ്രിമെന്റ് കാണിക്കും, അത് വായിച്ച് നോക്കുക. അതിനുശേഷം OTP വരും മൊബൈൽ നമ്പറിലേക്ക്. അത് കൊടുത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിലേക്ക് 24 to 48 ഹവേഴ്സിനുള്ളിൽ ട്രാൻസ്ഫർ ആയി കിട്ടും. ഇവര് സിബിൽ 700-750 മേളിലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് അപ്രൂവ് ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ ട്രൈ നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതല്ല ഡിസ്ബേഴ്സ് ആവുന്നില്ല, റീപേ ചെയ്യാൻ പറ്റുന്നില്ല പോലുള്ള ഡൗട്ടൊക്കെ ആണെങ്കിൽ ആദ്യം കാണിച്ച കസ്റ്റമർ കെയർ നമ്പറിലോട്ട് ഡയറക്റ്റ് മെയിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.